हिंदी भाषा का വികാസാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഹിന്ദി ഭാരതീയ ഭാഷാ പരിവാർ के अंतर्गत आती है. ഹിന്ദി വരുന്നത് ഏത് ഭാഷാ പരിവാറിലാണ്? ഭാരതീയ ഭാഷാ പരിവാറിലാണ് ഹിന്ദി വരുന്നത്. भारत में मुख्य रूप से द्राविड़ भाषा परिवार तथा आर्य भाषा परिवार की भाषाएं बोली जाती है. ഭാരതത്തിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഷാ പരിവാറാണുള്ളത്. പിന്നെ ദ്രാവിഡ ഭാഷാ പരിവാറുണ്ട്, ആര്യഭാഷാ പരിവാറുണ്ട്. അതിൽ ദ്രാവിഡ ഭാഷാ പരിവാർ ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാഗത്തും ഭാരതത്തിൻ്റെ ഉത്തരഭാഗത്ത് ആര്യഭാഷാ പരിവാറിലുള്ള ഇതാണ് സംസാരിക്കുന്നത്. ഭാരതീയ ആര്യ ഭാഷാओं को 3 कालों में विभाजित किया गया है. ഭാരതീയ ആര്യ ഭാഷയെ 3 കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രാചീൻ ഭാരതീയ ആര്യഭാഷ, മധ്യകാലീൻ ഭാരതീയ ആര്യഭാഷ, ആധുനിക ഭാരതീയ ആര്യഭാഷ. ഭാരതീയ ആര്യഭാഷയെ 3ആയി തിരിച്ചിട്ടുണ്ട്. പ്രാചീൻ ഭാരതീയ ആര്യഭാഷ, മധ്യകാലീൻ ഭാരതീയ ആര്യഭാഷ, ആധുനിക ഭാരതീയ ആര്യഭാഷ. പ്രാചീൻ ഭാരതീയ ആര്യഭാഷയെ വൈദിക സംസ്കൃതം എന്നും ലൗകിക സംസ്കൃതം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഋഗ്വേദങ്ങളൊക്കെ വരുന്നത് വൈദിക സംസ്കൃതത്തിലും ലൗകിക സംസ്കൃത ഉപനിഷത്ത്, രാമായണം ഇതൊക്കെ വരുന്നത് ലൗകിക സംസ്കൃതത്തിലുമാണ്. इसके बाद മധ്യകാലീൻ ഭാരതീയ ആര്യഭാഷ की शुरुआत होती है. അതിനുശേഷം പ്രാചീൻ ഭാരതീയ ആര്യഭാഷയ്ക്ക് ശേഷം മധ്യകാലീൻ ഭാരതീയ ആര്യഭാഷ വരുന്നു. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പാലി. പാലി ഭാരത് के प्रथम देश भाषा. ബുദ്ധ के सारे उपदेश പാലി ഭാഷ में ही है. ബുദ്ധൻ്റെ ഉപദേശങ്ങളൊക്കെ കൊടുത്തത് ഏത് ഭാഷയിലാണ്? പാലി ഭാഷയിലാണ് അല്ലേ. ഇസി മഗധി ഭാഷ കെ നാം സെ ബി ജാനാ ജാതാ ഹെ. പാലി ഭാഷ മഗധി ഭാഷ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് നോട്ട് ചെയ്യണം കേട്ടോ, എക്സാമിന് പ്രത്യേകം ചോദിച്ച ക്വസ്റ്റ്യൻ അതൊക്കെ. ദ്വിതീയ പ്രാകൃത കാൽ, അതായത് രണ്ടാമത് പാലിക്ക് ശേഷം പ്രാകൃതമാണ് വരുന്നത്. ഭഗവാൻ മഹാവീർ കെ സാര ഉപദേശ് എവം സബി ജൈൻ സാഹിത്യ പ്രാകൃത. ജൈൻ സാഹിത്യങ്ങളൊക്കെ ഭഗവാൻ മഹാവീരൻ്റെ ഉപദേശങ്ങളൊക്കെ ഏത് ഭാഷയിലാണ്? പാലിക്ക് ശേഷം പ്രാകൃത്. ബുദ്ധമത ഉപദേശം ബുദ്ധൻ്റെ ഇതൊക്കെ കൊടുത്ത് പാലി ഭാഷയിൽ പ്രാകൃത്. ജൈനമത ഉപദേശം മഹാവീരൻ്റെ ഉപദേശങ്ങൾ. ഉസ് സമയ സാമാന്യ ബോൽചാൽ ഭാഷ ഇസ്മേം വ്യാകരൺ കാ അഭാവ് था. തൃതീയ പ്രാകൃതകാൽ, പിന്നെ മൂന്നാമത് വരുന്ന പാലി പ്രാകൃത അപഭ്രംശ്. അപഭ്രംശ് സ്വയംഭുവിൻ്റെ രചന അപഭ്രംശ ഭാഷയിലാണ്. അതുപോലെ ധൻപാൽ, പുഷ്പദന്ത്, സർഹപ്പ, കൻഹപ്പ അവരൊക്കെ സിദ്ധ ബുദ്ധ മതപ്രചരണം, ഇപ്പോൾ സിദ്ധ ബുദ്ധ ഇതൊക്കെ ആദ്യകാലത്തിൽ വരുന്ന അവരൊക്കെ ഏത് ഭാഷയിലാണ്? ബുദ്ധമത പ്രചരണമല്ല, സിദ്ധസാഹിത്യം. ആ സിദ്ധസാഹിത്യമൊക്കെ വരുന്നത് ഈ അപഭ്രംശ ഭാഷയിലാണ്. ഇപ്പോൾ സ്വയംഭുവിൻ്റെ രചന ഇപ്പോൾ പറഞ്ഞല്ലോ സർഹപ്പ, അതൊക്കെ വരുന്നത് ഏത്? അപഭ്രംശിലാണ്. പിന്നെ അപഭ്രംശ കെ രൂപ്, പിന്നെ അതിൻ്റെ വികസിത ഹുയി ആധുനിക ഭാഷയുണ്ട്, അതൊന്ന് നോക്കണം. ശൗരസേനി അപഭ്രംശ കെ രൂപ് ശൗരസേനി, അതിൽ വരുന്നതാണ് പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, ഗുജറാത്തി. അപഭ്രംശ കെ രൂപിൽ വരുന്ന അർദ്ധമഗധിയിൽ വരുന്നതാണ് പൂർവി ഹിന്ദി. മഗധിയിൽ വരുന്നതാണ് ബിഹാരി, ഒഡിയ, ബംഗ്ലാ, അസ്മിയ. ഗസ് പഹാഡി, ബ്രാജഡ് പഞ്ചാബി, മഹാരാഷ്ട്രി, മറാഠി. അപഭ്രംശ കെ രൂപ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വികസിത ഹുയി ആധുനിക ഭാഷ എന്ന് തന്നെ മറ്റേ സൈഡിലും കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. ശൗരസേനയിൽ പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, ഗുജറാത്തി. അർദ്ധമഗധിയിലാണ് പൂർവി ഹിന്ദി വരുന്നത്. മഗധിയിൽ ബിഹാരി, ഒഡിയ, ബംഗ്ലാ, അസ്മിയ. ഗസിൽ പഹാഡി വരുന്നത്. ബ്രാജഡ് ലാണ് പഞ്ചാബി വരുന്നത്. മഹാരാഷ്ട്രയിൽ മറാഠി വരുന്നു. ആധുനിക ഭാരതീയ ആര്യഭാഷ പ്രാചീൻ ഹിന്ദി, മധ്യകാലീൻ ഹിന്ദി, ആധുനിക ഹിന്ദി അങ്ങനെ തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദി ഭാഷ की उत्पत्ति मूल रूप से ശൗരസേനി അപഭ്രംശ് से हुई है. ഹിന്ദി ഭാഷേൻ്റെ ഉത്പത്തി ഏതെന്നാണ് പറയുന്നത്? ശൗരസേനി അപഭ്രംശ് എന്നാണെന്ന് പറയുന്നു. ഇപ്പം ഹിന്ദി ഭാഷയിൽ 5 ഉപഭാഷയും പിന്നെ ആ 5 ഉപഭാഷയിൽ എത്ര ബോലികൾ വരുന്നുണ്ട്? 17 ബോലികളും വരുന്നുണ്ട്. ഹിന്ദി ഭാഷയ്ക്ക് പ്രധാനമായിട്ടും 5 ഉപഭാഷ, 5 ഉപഭാഷകളും 17 ബോലികളുമാണുള്ളത്.
ഹിന്ദി ഭാഷേൻ്റെ വികാസക്രമം എക്സാമിന് ചോദിക്കും. അപ്പോൾ സംസ്കൃത പാലി പ്രാകൃത അപഭ്രംശ അവഹട്ട് ഹിന്ദി ഇങ്ങനെയാണ് എഴുതേണ്ടത്. സംസ്കൃത പാലി പ്രാകൃത അപഭ്രംശ അവഹട്ട് ഹിന്ദി. ഇതാണ് ഹിന്ദി ഭാഷ കാ വികാസ് ക്രം. ഹിന്ദിക്ക് 5 ഉപഭാഷകളാണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് പറയാം. പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, ബിഹാരി ഹിന്ദി, രാജസ്ഥാനി ഹിന്ദി, പഹാടി ഹിന്ദി. പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, ബിഹാരി, രാജസ്ഥാനി, പഹാടി ഈ 5 ഉപഭാഷകളാണ് ഹിന്ദിക്കുള്ളത്. അപ്പോൾ ഉപഭാഷ രാജസ്ഥാനിയിൽ വരുന്നതാണ് മാർവാടി, ജയ്പൂരി, മേവാതി, മാൾവി. പശ്ചിമി ഹിന്ദിയിൽ വരുന്നതാണ് കൗരവി അല്ലെങ്കിൽ ഗഡിബോലി. ഗഡിബോലിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? കൗരവി. അത് എക്സാമിന് ചോദിക്കും. ബാംഗ്രു യാ ഹരിയാൻവി, ബ്രജ് ഭാഷ ബുന്ദേലി, കനൗജി. രാജസ്ഥാനിൽ മാർവാടി, ജയ്പൂരി, മേവാതി, മാൾവി. പശ്ചിമി ഹിന്ദിയിൽ കൗരവി യാ ഗഡിബോലി, ബാംഗ്രു യാ ഹരിയാൻവി, ബ്രജ് ഭാഷ ബുന്ദേലി, കനൗജി ഒക്കെ പശ്ചിമി ഹിന്ദിയിൽ വരുന്നത്. പൂർവി ഹിന്ദിയിൽ വരുന്നതാണ് അവധി, ബഘേലി, ഛത്തീസ്ഗഢി. പൂർവി ഹിന്ദി ഉപഭാഷയിൽ വരുന്നതാണ് ഏതൊക്കെ ബോലികൾ? അവധി, ബഘേലി, ഛത്തീസ്ഗഢി. പിന്നെ ബിഹാരിയിൽ വരുന്നതാണ് ഭോജ്പുരി, മഗഹി, മൈഥിലി. ഭോജ്പുരി, മഗഹി, മൈഥിലി ഏതിലാണ് വരുന്നത്? ബിഹാരിയിൽ. പഹാഡിയിൽ കുമായൂനി, ഗഡ്വാലി, നേപ്പാളി. പഹാടി ഉപഭാഷയിൽ വരുന്ന ബോലികളാണ് ഏതൊക്കെ? കുമായൂനി, ഗഡ്വാലി, നേപ്പാളി. അപ്പോൾ 5 ഉപഭാഷകളുണ്ട്. രാജസ്ഥാനിൽ വരുന്ന ബോലികൾ മാർവാടി, ജയ്പൂരി, മേവാതി, മാൾവി. പശ്ചിമി ഹിന്ദിയിൽ വരുന്ന ബോലികളാണ് കൗരവി അല്ലെങ്കിൽ ഗഡിബോലി, ബാംഗ്രു അല്ലെങ്കിൽ ഹരിയാൻവി, ബ്രജ് ഭാഷ ബുന്ദേലി, കനൗജി. പൂർവി ഹിന്ദിയിൽ വരുന്നതാണ് അവധി, ബഘേലി, ഛത്തീസ്ഗഢി. ബിഹാരിയിൽ ഭോജ്പുരി, മഗഹി, മൈഥിലി. പഹാഡിയിൽ വരുന്ന കുമായൂനി, ഗഡ്വാലി, നേപ്പാളി. ഓക്കെ, താങ്ക് യു.